നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ഒരു ഇന്റർവ്യൂ കണ്ടു. ആ ഇന്റർവ്യൂ ആരെ വെച്ചാണ് ചെയ്തേക്കുന്നതെന്ന് അറിയാമോ? കൊല്ല സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചുവിനെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യവും വിഷമവും ഒക്കെ തോന്നി. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതേ വികാരമായിരിക്കും തോന്നുന്നത്. കാരണം ആ ഇന്റർവ്യൂ ചെയ്തതിന്റെ പ്രധാന ഉദ്ദേശം കിച്ചുവിനെ കുറിച്ചോ കിച്ചുവിന്റെ ജീവിതത്തെക്കുറിച്ചോ അറിയാൻ വേണ്ടിയിട്ടല്ല. കിച്ചുവിന്റെ മനസ്സിൽ രേണുവിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ദേഷ്യമോ വിഷമമോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചികഞ്ഞ് പുറത്തിടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇന്റർവ്യൂ ചെയ്തേക്കുന്നത്. കാരണം ഇപ്പോൾ രേണുവിനെ കുറിച്ച് കുറേ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കിച്ചുവിന്റെ മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല റീച്ച് കിട്ടും. അപ്പം ആദ്യം തന്നെ കിച്ചുവിനെ വെച്ചങ്ങ് ഇന്റർവ്യൂ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ ഇന്റർവ്യൂ ചെയ്തേക്കുന്നത്. ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം. മനസ്സിനെ ഇങ്ങനെ കുത്തി ചെകഞ്ഞെടുക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്ത് പുറത്തിടണം. രേണുവിനെതിരെ ആ ഒരു നെഗറ്റീവ് വരണം. അങ്ങനെ അവരുടെ വീഡിയോ വൈറലാകണം. അതാണ് അവരുടെ ലക്ഷ്യം. ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആ ഒരു ഇന്റർവ്യൂവർ വളരെ മാന്യമായിട്ടുള്ള ഭാഷയിൽ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ പോലും ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് ശരിക്കും മൂർച്ചയേറിയ ചോദ്യങ്ങളാണ്. അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ഒക്കെ അങ്ങ് ചോദിക്കുവാണ്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട്? അത് ശരിക്കും അനാവശ്യമായിട്ടുള്ളൊരു ഇന്റർവ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഏതായാലും നമുക്ക് ആ ഇന്റർവ്യൂവിൽ ചോദിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് കാണാം. കണ്ടോ, സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടത്തിന് നടക്കുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു അഭിപ്രായം വരുന്നുണ്ട്. അതിനെങ്ങനെയാ നോക്കി കാണുന്നത്? ഇല്ല, പറയുന്ന എപ്പോഴും അതുപോലെ തന്നെ രേണു ചേച്ചി പറയാറുള്ളതെന്ന് പറഞ്ഞാല് ഋതുക്കുട്ടിനെക്കാളും കാര്യമാണ് കിച്ചുനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്നാ പറയാറുള്ളത്. അതിനെപ്പറ്റി എന്താ കിച്ചുവിന് പറയാനുള്ളത്? എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യം. അതായത് കിച്ചു കിച്ചുവിന് ഒരു അറിവായതിനു ശേഷമല്ലേ രേണു ചേച്ചിനെ പരിചയപ്പെടുന്നത്. അപ്പൊ ഫസ്റ്റ് കണ്ട അന്ന് മുതലേ അങ്ങനെ, അതായത് അമ്മയെന്ന് തന്നെയാണ് വിളിച്ചു തുടങ്ങിയിട്ടുള്ളത്. ആദ്യം ചേച്ചി എന്നൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അമ്മയെന്നുള്ള വിളി തുടങ്ങിയ ശേഷം സ്വന്തം അമ്മയെ പോലെ തന്നെയാണോ? അതെ. പേരത്തില് നെഗറ്റീവ് കമന്റ്സ് വരുന്നു. പിന്നെ അമ്മയാണ്, പിന്നെ ഈ പറയുന്ന പോലെ ഫോട്ടോഷൂട്ട് ആണെങ്കിൽ തന്നെ അമ്മ എക്സ്പോസ് ചെയ്ത് ചെയ്യുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതലും കമന്റുകളാണെങ്കിൽ. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളാണെങ്കിൽ തന്നെ വേറെ കല്യാണം കഴിച്ചു എന്നുള്ള തരത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് കാണുമ്പോ എന്താ പറയാ, ഞാനങ്ങനെ കാണാറില്ല. എന്താ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലേ? ജസ്റ്റ് കാണും, ഒന്നുമില്ല. അമ്മേനെ വിളിച്ചിട്ട് അമ്മ ഇങ്ങനെ. കേട്ടില്ലേ? ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ്. കിച്ചുവിനെ കുറിച്ചല്ല അറിയേണ്ടത്. കിച്ചുവിന്റെ പഠനകാര്യത്തെക്കുറിച്ചോ കിച്ചുവിന്റെ ജീവിതത്തെക്കുറിച്ചോ അതൊന്നും അല്ല അറിയേണ്ടത്. എല്ലാ ചോദ്യങ്ങളും ഡയറക്റ്റ് ചെയ്യുന്നത് രേണു സുധിയിലേക്കാണ്. രേണു സുധിയുടെ ജീവിതത്തെക്കുറിച്ച് കിച്ചുവിന് എന്താണ് പറയാനുള്ളത്? രേണു സുധി ഇപ്പൊ അമ്മയായിട്ടാണോ ബിഹേവ് ചെയ്യുന്നത്? അതോ കിച്ചുവിനോട് ദേഷ്യമുണ്ടോ? കിച്ചുവിനോട് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ രേണു സുധി കാണിക്കാറുണ്ടോ? അതൊക്കെ കിച്ചുവിന്റെ മനസ്സിൽ നിന്ന് അറിയണം. ആ കുട്ടിയുടെ പ്രായത്തെങ്കിലും ഒന്ന് മാനിച്ചൂടെ? എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്ന വേറൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഞാനൊന്ന് കാണിച്ചു തരാം. അച്ഛൻ എല്ലാ കാര്യങ്ങളും അടുത്തെത്തിക്കുമായിരുന്നോ? ഒന്നിലും ഒരു കുറവൊന്നും വരുത്തിയിട്ടില്ല അല്ലേ? ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ ഇപ്പൊ അച്ഛനില്ലാതെ വന്നപ്പോ? കാണുമല്ലോ. അതെ, അച്ഛനുള്ളതിന്റെ അത്രയും വരില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ടല്ലേ? അതെ. കേട്ടോ, എന്ത് അർത്ഥത്തിലാണ് ആ ചോദ്യം ആ ഒരു അവതാരിക ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കുട്ടിക്ക് അച്ഛനോളം വരുമോ വേറെന്തെങ്കിലും? അച്ഛന്റെ പ്രസൻസ് ഇല്ലാതായി കഴിഞ്ഞാൽ ആ കൊച്ചു തന്നെ പറയുന്നുണ്ട് അച്ഛനോളം വരുമോ എന്ന്. അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടോ? അച്ഛനില്ലാത്ത ജീവിതം എങ്ങനെയാണ്? എന്തിനാ അതൊക്കെ ചോദിക്കുന്നത്? അത് മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അച്ഛനെ ഉള്ളായിരുന്നുള്ളൂ ആ കുട്ടിക്ക്. അപ്പം അതിനുശേഷമാണ് രേണു അമ്മയായിട്ട് വരുന്നത്. അതുവരെ അച്ഛനാണ് അവനെ വളർത്തിയത്, വലുതാക്കിയത്. അപ്പോൾ അവന് അച്ഛനോട് അത്രയും ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകും, അത്രയും ബോണ്ട് കാണും, അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അച്ഛൻ അവന്റെ ജീവിതത്തിൽ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു. വളരെ അനാവശ്യമായിട്ടുള്ളൊരു ചോദ്യം. ശരിക്കും എനിക്ക് സത്യത്തിലുണ്ടല്ലോ ഇവരോടൊക്കെ പുച്ഛമാണ് തോന്നുന്നത്, അറപ്പും വെറുപ്പുമാണ് തോന്നുന്നത്. എങ്ങനെയൊക്കെ സാധിക്കുന്നു ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്? വളരെ മോശമായിപ്പോയി. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്തൊക്കെ മാറിയും തിരിഞ്ഞും ചോദിച്ചിട്ടും വളച്ചൊടിച്ച് ചോദിച്ചിട്ടും വളരെ പക്വതയോട് കൂടിയിട്ടാണ് ആ ചെറുക്കൻ അഭിപ്രായം പറയുന്നത്. ഒരു രീതിയിലും അമ്മയെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും വരാൻ പാടില്ല എന്ന് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചാണ് അവൻ അഭിപ്രായം പറയുന്നത്.
ഈ അവതാരിക ചോദിക്കുന്നുണ്ട്, അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചാൽ എന്താണ് അഭിപ്രായം, അമ്മ അഭിനയിക്കാൻ പോകുന്നതിന്റെ അഭിപ്രായം എന്താണ്, അമ്മ എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സ് ഇടുന്നതിന്റെ അഭിപ്രായം എന്താണ്. അതിനൊക്കെ വളരെ മെച്യൂർ ആയിട്ടാണ് ആ കുട്ടി ആൻസർ പറയുന്നത്. അവൻ പറയുന്നു അതൊക്കെ അമ്മയുടെ ഇഷ്ടമാണ്, അമ്മയുടെ താല്പര്യമാണ്. എന്ത് മെച്യൂറായിട്ടാണ് പറയുന്നത്. ആ കുട്ടിയുടെ മെച്യൂരിറ്റി പോലും ആ ചോദ്യം ചോദിക്കുന്നവർക്കില്ല, ഈ ചോദ്യം തയ്യാറാക്കിയവർക്കില്ല. അവൻ പറഞ്ഞത് കറക്റ്റാണ്, അതൊക്കെ അമ്മയുടെ ഇഷ്ടമാണ്. അമ്മ രണ്ടാമത് കല്യാണം കഴിക്കുന്നതോ, അമ്മ മോഡലിംഗ് പോകുന്നതോ, അമ്മ ആൽബത്തിൽ അഭിനയിക്കുന്നതോ, സീരിയലിൽ അഭിനയിക്കുന്നതോ എല്ലാം അവൻ്റെ അമ്മയുടെ ഇഷ്ടമാണ്. ഈ രേണുവിനെ വിമർശിക്കുന്നവര് ചില സമയത്ത് കുറച്ച് കടന്നു പോകാറുണ്ട്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതായത് എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം പറയാം. രേണുവിനെ ഞാൻ ആദ്യമൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നീട് ഞാൻ നല്ല രീതിയിൽ വിമർശിക്കാനും തുടങ്ങി. അപ്പോൾ സപ്പോർട്ട് ചെയ്ത സമയത്തൊക്കെ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, രേണു എന്ന് പറയുന്ന വ്യക്തി, ഇൻഡിവിജ്വൽ, പുള്ളിക്കാരിയുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ചോയ്സ് ഉണ്ട്. പുള്ളിക്കാരിക്ക് അഭിനയിക്കാം, ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാം, ഏതാണോ പുള്ളിക്കാരിയുടെ പാഷൻ അത് പുള്ളിക്കാരിക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. പുള്ളിക്കാരിക്ക് ഏത് ഡ്രസ്സാണോ ധരിക്കാൻ ആഗ്രഹം. നേരത്തെ ഒരുപക്ഷെ അതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല, സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് ജീവിച്ചിരുന്നപ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം സാഹചര്യം ഉള്ളതുകൊണ്ട് അവരങ്ങനത്തെ വസ്ത്രങ്ങൾ ഇടുന്നു. ഹസ്ബൻഡ് ജീവിച്ചിരുന്നപ്പോൾ അവർ വേറെ വൃത്തികേടിനൊന്നും പോയില്ലല്ലോ. അത് മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പം അവരുടെ ജീവിതത്തിൽ ആരുമില്ല. അദ്ദേഹം പോയിട്ട് 2 വർഷമായി. 2 വർഷം കഴിഞ്ഞില്ലേ? ഇനി അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതമുണ്ട്, അവർക്കതൊക്കെ ജീവിക്കാം, അവർക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അവരെ ബോഡി ഷേമിങ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് അഭിനയം വരത്തില്ല, അവരുടെ മുഖം കൊള്ളത്തില്ല, അവരുടെ പല്ല് കൊള്ളത്തില്ല, അവരുടെ വാ കൊള്ളത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെ ബോഡി ഷേമിങ് ചെയ്യാൻ നമുക്കൊരു അവകാശമില്ല. നമുക്കൊരാളോട് താല്പര്യമില്ല എന്ന് വെച്ചിട്ട് അയാളെ ബോഡി ഷേമിങ് ചെയ്യാനോ അയാളുടെ ശരീരത്തെക്കുറിച്ച് ഓരോന്ന് പറയാനോ മോശമായിട്ടുള്ള കമന്റുകൾ അടിക്കാനോ നമുക്ക് അവകാശമില്ല. വിമർശിക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിമർശിക്കാം, പക്ഷെ ആ വിമർശനം അതിന് കടന്നു പോകാൻ പാടില്ല. ഞാൻ അങ്ങനെയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. ഞാൻ മാക്സിമം സൂക്ഷിച്ച് മാത്രമേ ഒരാളെ വിമർശിക്കാറുള്ളൂ. ഞാൻ ഒരിക്കലും അതിന് വിട്ടു പോകാറില്ല. അയാളെ വൃത്തികെട്ട ഭാഷയിൽ വിമർശിക്കാറില്ല, മോശപ്പെട്ട ഭാഷ ഉപയോഗിക്കാറില്ല. ചില സമയത്ത് ഞാൻ കളിയാക്കാറുണ്ടായിരിക്കും, പക്ഷേ അതും മോശപ്പെട്ട ഭാഷയിലല്ല ഞാൻ കളിയാക്കാറുള്ളത്. നമുക്ക് വിമർശിക്കാം. ഇപ്പം ഞാൻ രേണുസുധിയെ വിമർശിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം പുള്ളിക്കാരി നെഗറ്റീവ് പബ്ലിസിറ്റി ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അതിനോട് എനിക്ക് എതിർപ്പാണ്. പുള്ളിക്കാരി എന്ത് ചെയ്തോട്ടെ, അത് പുള്ളിക്കാരിയുടെ ഇഷ്ടമാണ്. എന്ത് ജോലി വേണമെങ്കിലും ചൂസ് ചെയ്തോട്ടെ. അതിനകത്ത് ഇടപെടാനോ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനോ എനിക്ക് അവകാശമില്ല. പക്ഷേ പുള്ളിക്കാരിയുടെ വ്യൂവേഴ്സിനെ നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ചിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. കാരണം പുള്ളിക്കാരിക്ക് മനസ്സിലായി തനിക്കെതിരെ വരുന്ന നെഗറ്റീവ് നല്ല രീതിയിൽ ഉപയോഗിക്കാം. ആ നെഗറ്റീവ് വെച്ച് വൈറലാകാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ആ നെഗറ്റീവ് പബ്ലിസിറ്റിയെ വളച്ചൊടിച്ച് വ്യൂവേഴ്സിന്റെ കാഴ്ചപ്പാടിനെയൊക്കെ വളച്ചൊടിച്ച് കുറച്ചും കൂടി വ്യൂസ് നേടാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ശ്രമിക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിയുടെ ഒപ്പമുള്ള ആൾക്കാർ പുള്ളിക്കാരിയെ വെച്ച് ശ്രമിക്കുന്നുണ്ട്. അത് പുള്ളിക്കാരിക്ക് അറിയാത്തതാണോ അത് നമുക്കറിയത്തില്ല. ചിലപ്പോൾ അറിയാതായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനെ മാത്രമാണ് ഞാൻ വിമർശിക്കുന്നത്. അതിനെ മാത്രമേ നമുക്ക് വിമർശിക്കാൻ അവകാശമുള്ളൂ. ഇപ്പൊ ഈ ഇന്റർവ്യൂ ചെയ്തവരുടെ ഉദ്ദേശം അതാണ്. രേണുസുധിക്ക് ഇപ്പൊ കുറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ മകനും കൂടി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, മകന്റെ വായിൽ നിന്നും കൂടി അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് ഒരു ബോണസ് പോയിന്റ് ആണല്ലോ. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഇന്റർവ്യൂ ചെയ്തേക്കുന്നത്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ആ കുട്ടിയും കൂടി ഇതിനകത്ത് വലിച്ചഴക്കരുത്, ഡ്രാഗ് ചെയ്യരുത്. അവൻ വളർന്നു വരുന്നൊരു കുട്ടിയാണ്. അവൻ്റേതായിട്ടുള്ള ജീവിതത്തിൽ പൊക്കോട്ടെ. അവൻ്റെ അമ്മയുമായിട്ട് അവന് നല്ല ബന്ധമാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിലും അതിനകത്ത് നമുക്ക് ഒന്നും ഇടപെടാൻ അവകാശമില്ല. അവരുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പൊക്കോട്ടെ. ആ കുട്ടികളെ ഇതിനകത്തേക്ക് വലിച്ചിടാതിരിക്കുക.